ആത്യന്തികമായിട്ടൊരു പുരുഷന് ഒരു ഇണ എന്ന് പറയുന്ന സങ്കല്പം ഉള്ളിലേക്ക് വരുമ്പോൾ അവൻ്റെ ഉള്ളിൽ ആദ്യം വരുന്ന വികാരം എന്ന് പറയുന്നത് പ്രണയത്തേക്കാൾ കൂടുതൽ ലൈംഗികതയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായിട്ട് കിട്ടേണ്ടത് എന്താണ്? പരിഗണനയാണ്. അവഗണിക്കപ്പെടുക എന്ന് പറയുന്നത് നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന, സ്വന്തം ജീവനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രക്രിയ എന്ന നിലയിലാണ് അവഗണനയെ ഒരു മനുഷ്യൻ്റെ ബ്രെയിൻ വായിച്ചെടുക്കുന്നത്. സ്ത്രീ പലപ്പോഴും ലൈംഗികതയ്ക്ക് കൂടുതൽ താല്പര്യം കാണിക്കാൻ കാരണം പുരുഷനെ തൻ്റെ കൂടെ നിർത്താനും ഈ സ്നേഹവും ഈ കരുതലും നിലനിർത്താനും വേണ്ടിയാണ് യഥാർത്ഥത്തിൽ സ്ത്രീ ഒരു ബയോളജിക്കൽ നീഡ് എന്നതിനൊക്കെ അപ്പുറമായ ഒരു ഇമോഷണൽ നീഡായിട്ടാണ്, ഒരു ടൂളായിട്ടാണ് ഈ സെക്സ് ഉപയോഗിക്കുന്നവനെ വായിച്ചത്. വിവാഹ ജീവിതത്തിലേക്ക് കടന്നുപോയ പല പെൺകുട്ടികൾക്കും ഉണ്ടായിട്ടുള്ള ദാരുണമായ ജീവിതാനുഭവങ്ങൾ അവരെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. പങ്കാളിയെ കണ്ടെത്തുന്നതിന് മുമ്പ്, അതല്ലെങ്കിൽ വിവാഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വ്യക്തിയുടെ ബാല്യകാലം എങ്ങനെയായിരുന്നു എന്ന് വ്യക്തമായി പഠിക്കേണ്ടത് ആവശ്യമാണ്. ബോധപൂർവം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് പരസ്പരം സംസാരിക്കാൻ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ഒരുമിച്ചിരുന്ന് അന്നത്തെ ദിവസത്തെ അവരുടെ കാര്യങ്ങൾ പറയാനുണ്ടാകും, ഓഫീസിലെ വിശേഷങ്ങൾ പറയാനുണ്ടാകും. പ്രശ്നങ്ങളെ വരുന്ന ആളിലേക്ക് കുറച്ചുകൂടി വിഷം കുത്തിവെച്ച് ആ ബന്ധത്തെ വിച്ഛേദിച്ചുകൊണ്ട് തൻ്റെ മിഷൻ സക്സസ്ഫുൾ ആയിക്കാൻ ശ്രമിക്കുന്ന ധാരാളം കൗൺസിലേഴ്സ് ഉണ്ട്. അതിനു മുമ്പ് ഒരുപാട് സന്ദർഭങ്ങളിൽ അവൾ പറയുന്നുണ്ടാവും, പരാതികളായും പരിഭവങ്ങളായും, എന്നെ കേൾക്കൂ, എന്നെ മനസ്സിലാക്കൂ, എന്നെ അംഗീകരിക്കൂ, ദയവായി എന്നെ ഇത് മനസ്സിലാക്കൂ, എന്നെ സ്നേഹിക്കൂ. പക്ഷെ അവൻ ചെവി കൊള്ളൂല. ഈ റിലേഷൻഷിപ്പിലെല്ലാം ഇപ്പോഴും മനസ്സിലാക്കലിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. ഈ സന്തോഷകരമായ ജീവിതത്തിന് മനുഷ്യർക്ക് വേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് പേഴ്സണൽ ആംഗിളുണ്ട്, പ്രൊഫഷണൽ ആംഗിളുണ്ട്, വെൽത്ത് ആംഗിളുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് എന്ന് പറയുന്ന ഒരു ഏരിയയിലും കൂടി ഇങ്ങനെ ഒരു 3, 4, 5 ഏരിയയിൽ മനുഷ്യൻ സ്ട്രോങ് ആയാൽ മാത്രമേ മനുഷ്യൻ്റെ ജീവിതം വളരെ ശക്തമായി മാറുകയുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ അത് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് എന്ന് പറയുന്ന ആ ഒരു മേഖല അത് ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഞാൻ പൊതുവെ പറയാറുണ്ട്, ഒരു വ്യക്തി തൻ്റെ വീട്ടിൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സമൂഹത്തിലും ഓഫീസുകളിലും ഒക്കെ നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് ഗ്രൗണ്ടാണ് ഒരു വ്യക്തിയുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നന്നാക്കാനും നല്ലതായി തീരാനുമായിട്ട് സഹായിക്കുന്ന കാര്യം. ചില ആളുകൾ ഈ ഫാമിലി ലൈഫിൽ പല ആൾ ഇടയ്ക്ക് പറയാറുണ്ട്, എന്നെ മറ്റേയാൾ മനസ്സിലാക്കുന്നില്ല, ഞങ്ങൾക്ക് ഒത്തുപോകാൻ സാധിക്കുന്നില്ല, അതല്ലെങ്കിൽ ഞാൻ എത്ര പറഞ്ഞിട്ടും അദ്ദേഹം അനുസരിക്കുന്നില്ല. അപ്പോൾ ഞാൻ പലപ്പോഴും വായിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഒരാളെ മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഷിജോയെ ഞാൻ മാറ്റാമെന്ന് വിചാരിച്ചാൽ ആ ഒരു ശ്രമം തന്നെ ആരോഗ്യകരമായ ശ്രമമാണെന്ന് വിചാരിക്കുന്ന ആളല്ല ഞാൻ. തിരിച്ച് ഷിജോയും എന്നെ മാറ്റാമെന്ന് വിചാരിക്കുന്നത് അത്ര ശരിയായ ഒരു കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ കുടുംബജീവിതത്തിൽ ഇപ്പോൾ ഒരു പുസ്തകം തന്നെ ഉണ്ടല്ലോ, പല പുസ്തകങ്ങളുണ്ടല്ലോ, മാസ് വീനസ് എന്ന് പറയുന്നത്, ഇത് 2 പേരെയും 2 ഓപ്പോസിറ്റ് രൂപങ്ങളിൽ നിന്നാണ് ഒരു പുരുഷനും സ്ത്രീയും വരുന്നതെന്ന്. അപ്പോൾ തീർച്ചയായും 2 പേരുടെ സ്വഭാവം 2 രീതിയിലായിരിക്കും. ഒരാളെ മറ്റൊരാൾക്ക് മാറ്റാൻ സാധിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമായി. പക്ഷേ കുടുംബജീവിതത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ സഹോദര ബന്ധത്തിൽ വരുമ്പോൾ, അവർ ആഗ്രഹിക്കുകയാണ് മറ്റേയാളിനെ ആഗ്രഹിക്കുന്നവരെ പെരുമാറണം, പ്രവർത്തിക്കണം എന്നുള്ളത്. പക്ഷേ അത് മാറ്റുക എന്ന് പറയുന്നത് തീർച്ചയായും ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. എന്താ ഇതിനോട് യോജിക്കുന്നു, അതെയോ ഇത് തന്നെയാണ് യാഥാർത്ഥ്യം? നമുക്കൊരാളെ മാറ്റാൻ സാധിക്കും. ഭാര്യ വിചാരിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നത് ഭർത്താവ് കെയർ ചെയ്യണം, പെരുമാറണം, സ്നേഹിക്കണം, ഞാൻ പറയുന്ന സമയത്ത് അവൈലബിൾ ആണ്. ഭർത്താവ് തീരുമാനിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു, ഞാൻ പറയുന്നത് ഭാര്യ കേൾക്കണം, എന്നെ കൺസിഡർ ചെയ്യണം, എന്നെ വാല്യൂ ചെയ്യണം, അവരങ്ങനെ പെരുമാറില്ല, ഇങ്ങനെ പെരുമാറരുത്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ മറ്റേയാൾ പെരുമാറണമെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും 2 പങ്കാളികൾ ചിന്തിക്കുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പ്രധാനമായിട്ടും ഇതിൽ ഒരു വ്യക്തിയെ മാറ്റുക സാധ്യമാണോ എന്നുള്ളതാണ് ഊന്നൽ കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ മാറ്റാം, പക്ഷേ ആ മാറേണ്ട ആൾ വിചാരിക്കണം. ആ ആളുടെ അകത്ത് ഇങ്ങനെ തന്നെ തുടർന്ന് പോയാൽ പോരാ, ഈ രീതിയും ഈ പെരുമാറ്റവും ഈ സ്വഭാവവും ഈ ആറ്റിറ്റ്യൂഡും എൻ്റെ മൈൻഡ് സെറ്റും മുന്നോട്ടുള്ള എൻ്റെ ജീവിതത്തിന് തടസ്സമാണ് എന്നയാൾ എപ്പോൾ മനസ്സിലാക്കുന്നുവോ, വെറുതെ മനസ്സിലാക്കിയേ പോരാ, ആഴത്തിൽ മനസ്സിലാക്കണം. വേദനാജനകമായൊരു യാഥാർത്ഥ്യം പോലെ തിരിച്ചറിയണം. അങ്ങനെ വേദനാജനകമായ ഒരു യാഥാർത്ഥ്യം പോലെ ആ മാറ്റത്തെ അയാൾ തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും മാറ്റം സാധ്യമാണ് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. എനിക്ക് തോന്നുന്നത് മറ്റേയാൾ ഒരു പാർട്ട്ണർ
തൻ്റെ പാർട്ട്ണർ മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുക തന്നെ വലിയ പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും പല ആളുകളും ഇത് മനസ്സിലാക്കുന്ന പോലുമില്ല. അല്ല അതെ, പാർട്ട്ണറായി ജീവിക്കും കുറേ നാൾ, 1 വർഷം 2 വർഷം ജീവിക്കും. ചില ആളുകൾ ഇന്ന മാറ്റം വരുത്തണമെന്ന് പറയുക പോലുമില്ല. അതെ അതെ. ചില ആളുകൾക്ക് മറ്റേയാൾ ഞാൻ മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള ബോധ്യം പോലും ഉണ്ടാകുന്നില്ല. ഇവിടെ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് ഒരു അണ്ടർസ്റ്റാൻഡിങ്, മറ്റൊരു എന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് വേറെ ആൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അത് പ്രധാനമായിട്ടും ദാമ്പത്യ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ തുറന്നു പറച്ചിലുകൾ സംഭവിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. പലപ്പോഴും അവനവൻ്റെ മനസ്സിൻ്റെ അകത്തെ ആഗ്രഹങ്ങൾ, അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, ആ വ്യക്തിക്ക് എന്താണ് ഇഷ്ടമല്ലാത്തത്, ഇത് മറ്റേയാൾ അറിയണമെങ്കിൽ എന്താ വഴി? ഒന്നുകിൽ അത്രയും നിരന്തരമായി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാൻ പറ്റും. ഞാൻ അങ്ങനെ പെരുമാറുമ്പോൾ, ഞാൻ അങ്ങനെ പറയുമ്പോൾ അതിൽ അയാൾക്കൊരു അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അയാൾ ആ സമയത്ത് ഇറിറ്റേറ്റ് ആകുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ, ആ ആൾക്ക് സ്വയം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അയാൾ അവിടെ നിന്ന് ആരംഭിക്കാൻ പറ്റും. എങ്ങനെ? ഞാൻ മാറേണ്ടതുണ്ട്. ഞാൻ മാറിയില്ലെങ്കിൽ ഞങ്ങൾക്കിടയിൽ സ്വാഭാവികമായ കോൺഫ്ലിക്റ്റുകൾ സംഭവിക്കും. അത് ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ പല നിലയിലും ഗുരുതരമായി ബാധിക്കും. ആ തിരിച്ചറിവ് ആൾക്കുണ്ടാകാത്ത പക്ഷം മറ്റയാൾ മാത്രം ആഗ്രഹിക്കുന്നത് കൊണ്ട് മാറ്റം ഉണ്ടാവില്ല. ഇപ്പോൾ തുറന്നു പറച്ചിലുകൾ സംഭവിക്കാത്ത ദാമ്പത്യ ജീവിതത്തിലാണ് എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിനെന്താ വേണ്ടത്? ഞാൻ എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ എങ്ങനെ മനസ്സിലാക്കണം? ആ ആൾ ഞാൻ അങ്ങനെ പെരുമാറുമ്പോൾ അസ്വസ്ഥനാകുന്നുണ്ടോ? ഞാൻ അങ്ങനെ പെരുമാറുമ്പോൾ കൂടുതൽ അയാൾക്ക് തൃപ്തി, അയാൾ സമാധാനം, അയാൾ ഹാപ്പിനെസ്, സന്തോഷം അനുഭവിക്കുന്നുണ്ടോ? അയാൾക്കത് രസകരമായി തോന്നുന്നുണ്ടോ? എങ്കിൽ ആ പെരുമാറ്റങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക, അല്ലേ? ഇതിനകത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മനസ്സിലാക്കുക എന്നും പ്രോത്സാഹിപ്പിക്കാമെന്നെല്ലാം നാം പറയുന്നുണ്ട്. ഞാൻ പല ഈ ജീവിത ബന്ധങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങൾ വേർപിരിയുന്ന പല അനുഭവങ്ങളും ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ ആളുകളൊക്കെ 10 വർഷവും 8 വർഷവും ഒക്കെ പ്രണയത്തിന് ശേഷം വിവാഹത്തിലേക്ക് വരുന്ന ആൾക്കാരുണ്ട്. കുറേ ആളുകൾ ജീവിച്ചു, 2-3 മക്കളുണ്ടായി, 10 വർഷവും 15 വർഷവും കഴിയുമ്പോൾ അവർ വേർപിരിയാൻ തീരുമാനിക്കും. ഇത് വലിയൊരു അനോമലിയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കുറേ വർഷം ഇവർ സംസാരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് നന്നായി ജീവിക്കാൻ തീരുമാനിക്കുകയും പിന്നീട് സുപ്രഭാതത്തിൽ അവർ ജീവിതം വേർപിരിക്കുകയാണ്. ചില ആൾക്കാർ സങ്കടത്തോടെ പറയാറുണ്ട്, ഇതുവരെ സന്തോഷത്തോടെ ജീവിച്ചു പോയി, ഏറ്റവും സന്തോഷത്തോടെ ജീവിച്ചു, പെട്ടെന്ന് ഒരു ദിവസം ഒരു പങ്കാളി പറയുകയാണ് ഇത് വർക്ക് ചെയ്യുന്നില്ല, നമുക്ക് രണ്ടായി പിരിയാം. ആ സമയത്താണ് മറ്റേയാൾ ഇത് ഒരു ഷോക്കായി മനസ്സിലാക്കുന്നത്. ഈ ബന്ധത്തിൽ മറ്റേയാൾക്ക് എന്തോ അസ്വസ്ഥത ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത്രയും കാലങ്ങൾ മനുഷ്യൻ ഒരുമിച്ച് ജീവിച്ച ശേഷം പിന്നീട് സെപ്പറേറ്റഡ് ആയി പോകുന്നു. പ്രധാനമായിട്ടും മനുഷ്യൻ്റെ തുടക്കം, അതായത് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു. ആ കടന്ന സമയത്ത് അവർ പരസ്പരം മനസ്സിലാക്കും, സ്നേഹിക്കും, അംഗീകരിക്കും, പരിഗണിക്കും, അല്ലെങ്കിൽ ആ ആൾക്ക് വേണ്ടുന്നത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അയാൾക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കും, അയാൾക്ക് വേണ്ടി കേൾക്കാൻ നിന്ന് കൊടുക്കും. അപ്പോൾ ആദ്യം ആ ആൾ എൻ്റേതാണ് എന്ന് തിരിച്ചറിയുന്ന സമയത്ത് ഇതെല്ലാം അയാൾക്ക് നൽകും. പക്ഷേ കുറച്ച് കഴിയുന്നതോടുകൂടി ഇതിലൊരു മടുപ്പുണ്ടാകും. പ്രധാനമായിട്ടും ഈ മടുപ്പ് അനുഭവപ്പെടുന്നത് ആണുങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കും. കാരണം അവനെ സംബന്ധിച്ച് ജീവിതം, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് രസകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന ഒന്നാണ്. അതിന് അവൻ്റേതായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പലപ്പോഴും ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്ന് കിട്ടാതെ വരുമ്പോൾ അവൻ അസ്വസ്ഥനാകും. അവിടെ അവൻ സംസാരം കുറയ്ക്കും, കേൾക്കാൻ നിന്ന് കൊടുക്കാതെ വരും, പരിഗണിക്കാൻ മടി കാണിക്കും. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഇതുപോലെ തന്നെ സ്ത്രീകളുടെ ഭാഗത്ത്, സ്ത്രീകളെ സംബന്ധിച്ച് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്, തന്നെ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവളെ സംബന്ധിച്ച് ജീവിക്കാനുള്ള പ്രേരണ എന്ന് പറയുന്നത് പോലും ആ മനുഷ്യൻ്റെ കൂടെയുള്ള സുരക്ഷിതത്വമാണ്. അയാളിൽ നിന്ന് എനിക്ക് കിട്ടേണ്ടുന്ന പരിഗണനകളാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ജീവിത അവസാനം വരെ മടുപ്പില്ലാതെ മുന്നോട്ട് പോകാൻ ഒരു പെണ്ണിന് കഴിയും, പക്ഷേ ഒരു പുരുഷന് കഴിയില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ജെൻഡർ ഡിസ്പാരിറ്റി ഉണ്ടോ എന്നുള്ളത് ചോദിക്കേണ്ട ആവശ്യമാണ്. പലപ്പോഴും പറയാറുണ്ട് സ്ത്രീയുടെ മനഃശാസ്ത്രം, പുരുഷൻ്റെ മനഃശാസ്ത്രം. സ്ത്രീക്ക് കരുതലും കേൾക്കലും എല്ലാമാണ് ആവശ്യം, പുരുഷന് ബഹുമാനവും കൺസിഡറേഷനും എല്ലാമാണ് ആവശ്യം. ഇങ്ങനെ പല രീതിയിൽ ജെൻഡർ ഡിസ്പാരിറ്റി ഉള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറയാറുണ്ട്. പക്ഷെ ഞാൻ ഈ റീസെൻ്റ് ആയിട്ടുള്ള പല അനുഭവങ്ങൾ വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പുരുഷൻ ആഗ്രഹിക്കുന്നതും സ്ത്രീ ആഗ്രഹിക്കുന്നതും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. പുരുഷനും സ്ത്രീയും എല്ലാം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഏകദേശം കുടുംബജീവിതത്തിന് ഒരേ കാര്യങ്ങൾ തന്നെയാണെന്നുള്ളതാണ് പലപ്പോഴും തോന്നാറുള്ളത്. അങ്ങനെയല്ലേ?
അങ്ങനെയല്ലല്ലോ. ഒരാണും പെണ്ണും തമ്മിൽ ബയോളജിക്കലി, ഫിസിയോളജിക്കലി, സൈക്കോളജിക്കലി വ്യത്യസ്തരാണ്. അവരുടെ കാഴ്ചപ്പാടുകളിലും വ്യത്യാസങ്ങളുണ്ട്. ഇവരെല്ലാം മനുഷ്യരാണ്, രണ്ടു പേരും മനുഷ്യരാണ് എന്നിരിക്കെ തന്നെ ഈ 3 മേഖലകളിലും ഇവർ വ്യത്യസ്തരാണ്. കാരണം ആത്യന്തികമായിട്ട് ഒരു പുരുഷന് ഒരു ഇണ എന്ന് പറയുന്ന സങ്കല്പം ഉള്ളിലേക്ക് വരുമ്പോൾ അവൻ്റെ ഉള്ളിൽ ആദ്യം വരുന്ന വികാരം എന്ന് പറയുന്നത് പ്രണയത്തേക്കാൾ കൂടുതൽ ലൈംഗികതയാണ്. ഒരു പക്ഷേ ഒരു ഇണയെ അവൻ തേടുന്നതിന് പിന്നിലുള്ള അവൻ്റെ പ്രാഥമിക പ്രേരണ എന്ന് പറയുന്നത് പോലും ലൈംഗികതയുടെ സാധ്യതയെ പ്രതിയാണ്. അല്ലെങ്കിൽ ആ സാധ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് അവനൊരു പെണ്ണിനെ ആഗ്രഹിക്കുന്നത് പോലും. പ്രണയിക്കപ്പെടുന്നു എന്ന ആദ്യ വാക്കിൽ തന്നെ അവൻ ആദ്യം അവൻ്റെ ഉള്ളിൽ നിന്ന് ഉണർന്നു വരുന്നതും ഈ ലൈംഗികതയുടെ തൃപ്തിയാണ്, അല്ലെങ്കിൽ ഹോപ്പാണ്. താൻ ലൈംഗികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന പ്രതീക്ഷയാണ് അവനെ ആ പെണ്ണിലേക്ക് ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഒരാണിനെ സംബന്ധിച്ച് ജീവിതത്തിൽ അവന് കിട്ടുന്ന രസകരമായ അനുഭവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൽ അവന് കിട്ടുന്ന സന്തോഷകരമായ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള പ്രേരണ എന്ന് പറയുന്നത് സംതൃപ്തമായ ലൈംഗികതയാണ്. പക്ഷെ ഒരു പെണ്ണിനെ സംബന്ധിച്ച് ലൈംഗികത എന്ന് പറയുന്നത് അവൾക്ക് കിട്ടേണ്ടുന്ന സ്നേഹത്തിൻ്റെയും പരിഗണനയുടെയും ഇഷ്ടാനിഷ്ടങ്ങളുടെയും ആത്യന്തികമായ പരിപൂർത്തി എന്ന നിലയിലാണ്. അംഗീകരിക്കപ്പെടുകയും പരിഗണിക്കപ്പെടുകയും താലോലിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പുരുഷനോടൊത്ത് ലൈംഗികമായി തൃപ്തി അടയാൻ ഒരു പെണ്ണിന് കഴിയും. പക്ഷെ പുരുഷൻ അങ്ങനെയല്ല. അവനെ സംബന്ധിച്ച് ആദ്യം ഇതാണ്, രണ്ടാമതാണ് പ്രണയം, സ്നേഹം, പരിഗണന ഒക്കെ വരുന്നത്. ഈ ലൈംഗികതയോട് പുരുഷനും സ്ത്രീക്കുമുള്ള സമീപനം ഒന്നാണോ രണ്ടാണോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമായിരിക്കാം ഒരു പക്ഷേ, പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ. സ്ത്രീക്കാണോ ലൈംഗികതയ്ക്ക് താല്പര്യം കൂടുതൽ, പുരുഷനാണോ ലൈംഗികതയ്ക്ക് താല്പര്യം കൂടുതൽ, രണ്ടുപേർക്കും ഒന്നാണോ? ഇപ്പോൾ ഷിജോ പറഞ്ഞതനുസരിച്ച് പുരുഷനാണ് ലൈംഗികത പ്രാഥമിക ആവശ്യമെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഞാൻ എവിടെയോ വായിച്ചത് ഓർക്കുന്നുണ്ട്, സ്ത്രീ പലപ്പോഴും ലൈംഗികതയ്ക്ക് കൂടുതൽ താല്പര്യം കാണിക്കാൻ കാരണം പുരുഷനെ തൻ്റെ കൂടെ നിർത്താനും ഈ സ്നേഹവും ഈ കരുതലും നിലനിർത്താനും വേണ്ടിയാണ് യഥാർത്ഥത്തിൽ സ്ത്രീ ഒരു ബയോളജിക്കൽ നീഡ് എന്നതിനൊക്കെ അപ്പുറമായ ഒരു ഇമോഷണൽ നീഡായിട്ടാണ്, ഒരു ടൂളായിട്ടാണ് ഈ സെക്സ് ഉപയോഗിക്കുന്നതാണ് ഞാൻ വായിച്ചത്. അത് പക്ഷേ പുരുഷൻ തിരിച്ചറിയുന്നില്ല എന്നും ഒരു കാര്യത്തിൽ നാം പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. അല്ല, ഒരു ടൂൾ എന്ന നിലയിൽ മാത്രമല്ല, ലൈംഗികത സ്ത്രീയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ലൈംഗികതയിലൂടെയാണ് അവൾ അവളുടെ ജീവിതത്തിൻ്റെ ആസ്വാദ്യതയെ അല്ലെങ്കിൽ അതിൻ്റെ പരമാർത്ഥത്തിൽ അനുഭവിക്കുന്നത്. ലൈംഗികതയിലൂടെയാണ് അത് പൂർത്തിയാകുന്നത്. ഇപ്പോൾ ലൈംഗിക ബന്ധത്തിലൂടെ ലഭിക്കുന്ന ആസ്വാദ്യതയിലൂടെയാണ് അവളത് അനുഭവിക്കുന്നത് പോലും. പക്ഷെ അതിനു മുമ്പ് അവൾക്ക് ഒരുപാട് കാരണങ്ങൾ വേണം. ലൈംഗികതയിലേക്ക് എത്തുന്നതിന് ഒരുപാട് കാരണങ്ങൾ ഒരു പെണ്ണിന് ആവശ്യമാണ്. ഒരു പുരുഷൻ അങ്ങനെ ഒരു ആവശ്യമില്ല. ഒരു പുരുഷനെ സംബന്ധിച്ച് ഒരു പെണ്ണിൻ്റെ ശരീരം മാത്രം മതി. അതിൽ അവനിഷ്ടപ്പെടുന്ന എന്തൊക്കെയാണോ അതിൽ അവൻ ആകൃഷ്ടനായിട്ട് ഒരു പരിചയം പോലുമില്ലാത്ത ഒരു പെണ്ണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഒരു പുരുഷന് സാധിക്കും. പക്ഷെ ഒരു പെണ്ണിന് കഴിയില്ല. ഒരു പെണ്ണിൻ്റെ ഒരാണുമായിട്ട് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പരിചയവും വിശ്വാസവും സ്നേഹവും ഇതെല്ലാം കിട്ടി ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആ ഒരു ബോണ്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു പെണ്ണിന് ഒരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ പോലും ഏർപ്പെടാൻ സാധിക്കൂ. അല്ലാതെയാണെന്നുണ്ടെങ്കിൽ ഒരു വേശ്യയായിരിക്കണം. ഒരു വേശ്യയ്ക്കത് സാധിക്കും, കാരണം അവളവിടെ പ്ലഷർ അനുഭവിക്കുന്നില്ല, അവൾക്ക് അതിൽ നിന്നൊന്നും കിട്ടാനില്ല, പണം മാത്രം മതി. ആ ജീവിതായോധനത്തിന് വേണ്ടിയിട്ടുള്ള പണത്തിന് വേണ്ടി മാത്രമാണ് അവളത് ചെയ്യുന്നത്. പക്ഷേ നമ്മളെവിടെയും കണ്ടിട്ടില്ലല്ലോ ഒരു പെണ്ണ് ഒരു വികാരവുമില്ലാതെ ഒരടുപ്പവുമില്ലാതെ ഒരു പുരുഷനുമായി സെക്സിൽ ഏർപ്പെടുന്നു എന്ന ഒരു അവസ്ഥ നമ്മളെവിടെയെങ്കിലും ആരിൽ നിന്നെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഒരു പെണ്ണിനൊരിക്കലും കഴിയില്ല. ആ ബോണ്ടിങ്ങിലൂടെ മാത്രമേ അവൾക്ക് സെക്സ് അനുഭവിക്കാൻ പറ്റൂ. ആണിന് അങ്ങനെയല്ല എന്ന് മാത്രം. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പേപ്പറിലൊരു വാർത്ത വന്നിരുന്നു. ഒരു ട്രെയിനിൽ വെച്ച് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുമായൊരു പെൺകുട്ടി പരിചയപ്പെടുന്നു. അന്ന് രാത്രി തന്നെ അവർ എവിടെയോ ലോഡ്ജ് എടുത്ത് താമസിക്കുകയും പിന്നീട് അവർ ഒരു കേസിൽ പിടിക്കപ്പെടുകയോ എല്ലാം ചെയ്തു. ഇതൊരു എക്സെപ്ഷണൽ കേസാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഷിജോ പറയുന്നത് ആണിനെ സംബന്ധിച്ച് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ തന്നെ സെക്സിലേക്ക് പോകാൻ സാധിക്കുമെന്നും, സ്ത്രീയെ സംബന്ധിച്ച് ഇമോഷണലി അറ്റാച്ച്ഡായി കൺവിൻസ്ഡായി ആ ഒരു ബോധ്യം വന്ന ശേഷം മാത്രമേ ലൈംഗികതയിലേക്ക് പോകൂ എന്നുള്ളതാണ് ഷിജോ പറയുന്നത്. തീർച്ചയായും. പക്ഷെ കാലഘട്ടം ഒത്തിരി മാറിയിട്ടില്ലേ? അതനുസരിച്ച് ഈ ചിന്താഗതിയും സ്ത്രീകളുടെ ഇടയിൽ മാറിയിട്ടില്ലേ? സ്ത്രീകളും കുറേ കൂടി സെക്സിനെ വളരെ അത്യാവശ്യമുള്ള കാര്യമായും നോർമലായിട്ടുള്ള കാര്യമായും കണ്ടുകൊണ്ട് തുടങ്ങിയൊരു കാലഘട്ടമായിട്ടില്ലേ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്.
അല്ല, കാലഘട്ടത്തിന് മാറ്റം സംഭവിക്കുന്നുണ്ട്. അത് പുതിയ സാമൂഹിക ബോധ്യങ്ങളിൽ, കാഴ്ചപ്പാടുകളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾക്കനുസൃതമായിട്ട്, പുതിയ ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായിട്ട് ഒരു പക്ഷേ ഒരു കാലത്ത് ആണുങ്ങൾ, പുരുഷന്മാർ കേന്ദ്രീകരിച്ചിരുന്നതോ വിഹരിച്ചിരുന്നതോ ആയ മേഖലകളെ അതെന്താണെന്നറിയാൻ, അത് ബാറാകാം, മദ്യപാനമാകാം, സിഗരറ്റ് വലിക്കുന്നതാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനാശാസ്യമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന, അഭിഹിതമെന്ന് വിശേഷിപ്പിക്കുന്ന മേഖലകളിൽ അവൻ എന്തൊക്കെയാണ് ആസ്വദിച്ചിരുന്നത് എന്നറിയാനുള്ള ആധുനിക സ്ത്രീയിലെ വ്യഗ്രതകൾ ഒരുപക്ഷെ അതെന്താണെന്ന് അറിയാൻ വേണ്ടി അവളെ അത് ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിച്ചേക്കാം. പക്ഷെ അതുപോലും യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ നിന്നല്ല അവരത് ആസ്വദിക്കുന്നത്. അതെന്താണ് എന്നറിയാനും ഒരുപക്ഷെ ഒരു റിവെഞ്ച്ഫുള്ളായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ചിലപ്പോൾ അവൾ അതിന് പോലും തയ്യാറാകുന്നത്. അതല്ലാതെ ഒരു പെണ്ണ് എന്ന നിലയിൽ ഇത് പോസിബിൾ അല്ല ഇപ്പോൾ. ഇനി പരിണാമത്തിൻ്റെ കുറേ കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറ്റം വന്നേക്കാം. പക്ഷെ ഇപ്പോൾ അത് സാധ്യമല്ല. ഈ പല ബന്ധങ്ങളും പിരിയാനുള്ള കാരണങ്ങളിലൊന്നാണ് പുരുഷനോ സ്ത്രീയോ അന്യമായ ബന്ധങ്ങളിലേക്ക് കടന്നു പോകുക എന്നുള്ളത്. അപ്പോൾ ലൈംഗികത എന്ന് പറയുന്നത് രണ്ടുപേർക്ക് ഇമോഷണലി ഒപ്പം തന്നെ ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. സ്വന്തം പങ്കാളിയിൽ നിന്ന് കിട്ടാതെ വരുമ്പോൾ അതിന് പല കാരണങ്ങൾ കൊണ്ടോ അത് പുറമേ നിന്ന് തേടുകയും അത് ബന്ധങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടാകാറ്. മാത്രമല്ല, ഒരു പങ്കാളി ലൈംഗികതയിൽ താല്പര്യമില്ല എങ്കിൽ മറ്റേ പങ്കാളി മറ്റ് മാർഗ്ഗങ്ങൾ തേടുന്ന അവസ്ഥയുണ്ട്. ചിലപ്പോൾ സ്വയംഭോഗമായിരിക്കാം, അല്ലെങ്കിൽ ഈവൻ സ്വയംവർഗരാഗമായിരിക്കാം, അല്ലെങ്കിൽ പോൺ അഡിക്ഷൻ ആകാം. ഈ അസ്വാഭാവികമായിട്ടല്ലെങ്കിൽ നമ്മൾ സോക്കോൾഡായിട്ട് നാച്ചുറൽ അല്ലാത്ത രീതിയിലുള്ള ലൈംഗിക താല്പര്യം ഉണ്ടാകുമ്പോൾ അത് ആ ഒരു പാറ്റേണിലേക്ക് ഒരു പങ്കാളിയെ നയിക്കുകയും ഈ ഭാര്യയും അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തെ അത് ഒരു സെക്സ് എന്ന് പറയുന്നത് ഒരു ബന്ധത്തിൻ്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള പിനാക്കിളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൾമിനേഷനാണ് എന്ന് പറയും. അതെ. അപ്പോൾ ആ ഒരു വൈകാരിക ബന്ധം ഉണ്ടാക്കുന്ന സെക്സ് പല കുടുംബങ്ങളിലും ഇല്ലാതാകുകയും അത് വളരെ വളരെ പതിയെ വലിയ വിള്ളൽ ഉണ്ടാക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകാറ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഒരു കുടുംബ ബന്ധത്തിൽ പുരുഷനും സ്ത്രീക്കും ലൈംഗികമായ പരസ്പരം സംതൃപ്തിപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നത് ഈ പറയുന്ന ഇമോഷണൽ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണോ, അതോ എന്തെല്ലാം സാഹചര്യങ്ങളായിരിക്കാം അങ്ങനെ പരസ്പരം സംതൃപ്തിപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ വരികയും അത് പുറത്തുനിന്ന് മനുഷ്യൻ തേടുകയോ അല്ലെങ്കിൽ പുതിയ മാർഗ്ഗങ്ങൾ തേടുകയോ ചെയ്യുന്നത്? ഞാൻ ആദ്യം പറഞ്ഞു, അതായത് രണ്ട് പേര് കണ്ടുമുട്ടുന്നു, ഒരാണും പെണ്ണും കണ്ടുമുട്ടുന്നു. അതൊരു വിവാഹത്തിലേക്ക് കടക്കുന്ന സമയത്താകാം, അല്ലെങ്കിൽ പ്രണയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പാകാം. അപ്പോൾ ആ തുടക്ക സമയത്ത് ഒരാണ് സാധാരണ നിലയിൽ കൂടുതൽ സംസാരിക്കും. കാരണം അവൻ സംസാരിക്കുന്നത് ഇവളെ പറ്റി കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. ഇവനെക്കുറ്റി പരമാവധി പറയും. അത് ഇവൻ ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരാളാണ് എന്ന് അവളെ ബോധ്യപ്പെടുത്തുന്നതിനും അതുകൊണ്ട് ഞാൻ നിനക്ക് ഓക്കെയാണ് എന്ന് അവളെ കൂടുതൽ ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ട് ഇവനെ പറ്റിയും കൂടുതൽ സംസാരിക്കും. അപ്പോൾ പ്രണയത്തിൻ്റെ ആയാലും വിവാഹ ജീവിതത്തിൻ്റെ ആയാലും തുടക്കത്തിൽ ആണുങ്ങൾ ഒരു നല്ല കേൾവിക്കാരും നല്ല സംസാരപ്രിയരും ഒക്കെ ആയി മാറും. ആ സമയത്ത് അവർ അത്യാവശ്യം ഇവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അത് പെണ്ണ് സ്വന്തമായി കഴിയുന്നതോടുകൂടി ആണിനെ സംബന്ധിച്ച് പിന്നെ ഒന്നും കേൾക്കാനില്ല എന്നൊരവസ്ഥ വരും. അവനെ സംബന്ധിച്ച് പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതിന് അവരൊരർത്ഥവും കൽപ്പിക്കുന്നില്ല, അവനതിനൊരു പ്രസക്തിയും കൽപ്പിക്കുന്നില്ല. അപ്പോൾ അവനത് വിരസമായി തീരും. ഒരു പെണ്ണിനെ സംബന്ധിച്ച് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന, നിരന്തരമായി സംഭാഷണം ചെയ്യാൻ കഴിയുന്ന ഒരിടം, ഒരു സ്പേസ്, അതൊരു വ്യക്തിയാകാം, അല്ലെങ്കിൽ ഒരു കുടുംബമാകാം, ആരുമാകാം. അങ്ങനെ ഒരു സ്പേസ് അവൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അവളുടെ ജീവിതവും വിരസമായി തീരും. അവളും അവഗണിക്കപ്പെടുന്നു എന്നൊരു തോന്നലിലേക്ക് വരും. അപ്പോൾ അവളെ ആരാണ് പരിഗണിക്കേണ്ടുന്നത്? അവളുടെ കുടുംബത്തിൽ അവൾ ഏറ്റവും പ്രിയപ്പെട്ട ആൾ എന്ന് വിശേഷിപ്പിക്കുന്ന, കരുതുന്ന, മനസ്സിലാക്കുന്ന അവളുടെ ഹസ്ബൻഡാണ്, അല്ലെങ്കിൽ അവൾ പ്രണയിക്കുന്ന ആ വ്യക്തിയാണ്. ആ വ്യക്തിയാണ് എന്നെ പരിഗണിക്കേണ്ടത്, എന്നെ അംഗീകരിക്കേണ്ടത്, എന്നെ തിരിച്ചറിയേണ്ടത്, എന്നെ കേൾക്കേണ്ടത്. ഇത് കിട്ടാതെ വരുമ്പോൾ അസംതൃപ്തി സ്വാഭാവികമായി. ഇതൊരു മനസ്സിലാക്കലിൻ്റെ ഭാഗം കൂടിയല്ലേ? ശരിയാണ്, പുരുഷൻ്റെ ചരിത്രാതീത കാലം മുതലുള്ള ഒരു രീതിയാണ് ഇണയെ ആകർഷിക്കാനായി. കാരണം പുരുഷനാണല്ലോ പലപ്പോഴും ആകർഷിക്കാൻ ശ്രമിക്കുന്നത്. അത് ചിലപ്പോൾ കുറച്ച് ഷോ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം, എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു പുരുഷനെന്ന് പറയുന്നത് ഒരു കുടുംബത്തെ നയിക്കാനായിട്ടുള്ള കടമപ്പെട്ട അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ പേർന്ന ഒരാളായിട്ടാണ് പലപ്പോഴും കാണാറുള്ളത്. പലപ്പോഴും നല്ല സ്വാഭാവികമായിട്ടും കുടുംബത്തെ നോക്കുക, ഭാര്യയെ, മക്കളെ നോക്കുക, വീട്ടുകാരെ നോക്കുക, ഇതെല്ലാം പുരുഷൻ്റെ ഒരു ഭാരമായി തന്നെയാണ് മനുഷ്യനെ കാണുന്നത്. ഒരിക്കലും ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞതാണ്, പുരുഷന്മാർ സൊല്യൂഷനാണ് പറയാൻ ശ്രമിക്കുന്നത്, ഞങ്ങളെ സംബന്ധിച്ച് സപ്പോർട്ടാണ് ആവശ്യം. പക്ഷേ ഇതൊരു ഇംബാലൻസ് കൂടി അതിനകത്തുണ്ട്. പുരുഷനെ സംബന്ധിച്ച് ബൈ കേവ്മാൻ ആയതുകൊണ്ട് തന്നെ
ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ പരിഹരിക്കുക എന്നുള്ളതും കുടുംബത്തെ എങ്ങനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതുമായ ചിന്തന പുരുഷനെ പലപ്പോഴും അതെ. നയിക്കാറുള്ളത്. സ്ത്രീയെ സംബന്ധിച്ച് കൂടുതൽ കേൾക്കുക, കൂടുതൽ സപ്പോർട്ട് നേടുക, ഇതെല്ലാമാണ്. അപ്പോൾ ഈ ഡിഫറൻസിൻ്റെ അകത്തൊരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് ഉണ്ട്. കാരണം പുരുഷനെ സംബന്ധിച്ച് സൊല്യൂഷനാണ് ആവശ്യം, സ്ത്രീയെ സംബന്ധിച്ച് സപ്പോർട്ടുമാണ് ആവശ്യം. പക്ഷേ ബൈ നേച്ചർ, ബൈ ബയോളജിക്കൽ ഇൻസ്റ്റിങ്ക്റ്റ് രണ്ടുപേർക്കും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നീഡാണുള്ളത്. ഇതിനെ ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ ഒരു മനസ്സിലാക്കലിൻ്റെ ആസ്പെക്ട് ഉണ്ട് എന്നുള്ളതാണ് അവിടെയാണ് മനസ്സിലാക്കലിൻ്റെ പ്രാധാന്യം വരുന്നത്. സത്യത്തിൽ ഈ റിലേഷൻഷിപ്പിലെല്ലാം ഇപ്പോഴും മനസ്സിലാക്കലിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. പരസ്പരം മനസ്സിലാക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കലെന്ന് പറയുന്നത്? ഒരാൾ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുന്നത് ഒരു പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാകാം, അല്ലെങ്കിൽ എനിക്ക് യോജിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാകാം, അല്ലെങ്കിൽ എനിക്ക് വളരെ അൺഫേവറബിളായിട്ടുള്ള രീതിയിൽ അയാൾ എന്നോട് പെരുമാറിയേക്കാം. അപ്പോൾ ഇതൊക്കെ തന്നെ ആൾ എനിക്ക് ഒരേ സമയം അനുകൂലവും ഒരേ സമയം പ്രതികൂലവുമായിട്ട് പെരുമാറുമ്പോൾ പോലും എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അയാളിൽ നിന്നൊരു പെരുമാറ്റം ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്താണ് ഞാൻ അയാളെ മനസ്സിലാക്കേണ്ടത്. അത് അയാളുടെ കാഴ്ചപ്പാടിൻ്റേതാണ്, അയാൾ വളർന്നു വന്ന സാഹചര്യത്തിൻ്റേതാണ്, ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് വളർന്നു വന്ന സാഹചര്യം. ഞാൻ എവിടെ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട്, അറ്റാച്ച്ഡ് എന്ന് പറയുന്നൊരു പുസ്തകം ഉണ്ട്. ആ പുസ്തകത്തിനകത്ത് പുസ്തകത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് ഒരു പങ്കാളിയെ കണ്ടെത്തുന്നതിന് മുമ്പ്, അതല്ലെങ്കിൽ വിവാഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വ്യക്തിയുടെ ബാല്യകാലം എങ്ങനെയായിരുന്നു എന്ന് വ്യക്തമായി പഠിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ, അവോയ്ഡൻസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ, ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ, പല അറ്റാച്ച്മെൻറ്റ്, ആങ്ഷ്യസ്, അവോയ്ഡൻസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ. അപ്പോൾ ചെറുപ്പ കാലഘട്ടങ്ങളിൽ ഈ വ്യക്തിയുടെ ബാല്യകാലം എങ്ങനെയായിരുന്നു മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേയൊക്കെ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്. മാത്രം ഈ കാലഘട്ടങ്ങളിൽ ഡിറ്റക്റ്റീവ് ഏജൻസി പോലെയുള്ള പ്രൈവറ്റായ ഏജൻസികൾ വരെയുണ്ട്. ഇവരുടെ ജോലി സാഹചര്യങ്ങൾ, ഇവരുടെ കുടുംബ സാഹചര്യങ്ങൾ, ഇവരുടെ സ്വത്തുക്കളുടെ സാഹചര്യങ്ങൾ, ബാല്യകാല സാഹചര്യം പഠിച്ച് വ്യക്തമായ റിപ്പോർട്ടുകൾ നൽകുന്ന ഒരു ഏജൻസികൾ വരെ ധാരാളമായിട്ടുണ്ട്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വ്യക്തി ഈ ബന്ധം കുറേ നാളുകൾ തുടർന്നു പോകുമോ എന്നുള്ള ആശങ്കയുണ്ട്. കാരണം എല്ലാവരും കുടുംബജീവിതം ആരംഭിക്കുന്നതെന്ന് പറയുന്നത് ജീവിതകാലം മൊത്തം ജീവിക്കണമെന്ന് ആഗ്രഹത്തോടെയാണ്. അതുകൊണ്ടാണ് മക്കളുണ്ടാക്കുകയും എല്ലാം ചെയ്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പല ബന്ധങ്ങളും തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമോ കുറേ വർഷങ്ങൾക്ക് ശേഷമോ ഇല്ലാതെ പോകുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ബന്ധം ഞാൻ സ്റ്റാർട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഔദ്യോഗികമായി വിവാഹത്തോടെ ആരംഭിച്ചു കഴിഞ്ഞാൽ കുറേ കാലം നിലനിൽക്കുക, അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം എൻ്റെ പങ്കാളി എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് വരുത്തുന്ന എന്തെല്ലാം മാനദണ്ഡങ്ങളായിരിക്കും ഒരു വിവാഹം കഴിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പാർട്ട്ണറെ കണ്ടെത്താൻ പോകുന്ന ആൾക്ക് കൊടുക്കാൻ സാധിക്കും? പ്രധാനമായിട്ടും വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ രണ്ടുപേരും ആദ്യം തന്നെ എന്തിനാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്, ആ ജീവിതം കൊണ്ട് ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത്, എന്താണ് എനിക്ക് അതിൽ നിന്ന് വേണ്ടത്, ഇതിനെപ്പറ്റി വ്യക്തമായൊരു ബോധ്യം, ഒരു കാഴ്ചപ്പാട് ആ വ്യക്തിയുടെ അകത്ത് ക്ലാരിറ്റിയോട് കൂടി ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പം വിവാഹത്തെ എങ്ങനെ കാണുന്നു, എന്താണ് ജീവിതത്തെ അയാൾ എങ്ങനെയാണ് കാണുന്നത്, എന്താണൊരു പങ്കാളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പലപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തുറന്നു പറയാൻ കഴിയാത്തിടത്താണ് പല പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. തുറന്ന് പറയാൻ കഴിയണമെങ്കിലോ തുറന്ന് ഇടപഴകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം. ഇന്ന് സാമൂഹികമായി പഴയ കാലത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടായി വന്നിരിക്കുന്നത്. കാരണം മനുഷ്യന് തുറന്ന് ഒരുമിച്ച് ഇടപഴകാനുള്ള സാഹചര്യങ്ങൾ വളരെയധികം കുറഞ്ഞു പോയിരിക്കുന്നു. ഒരേ സമയം ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, രാവിലെ തന്നെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് അല്ലെങ്കിൽ ജോലിക്ക് പോയി സന്ധ്യയോടെ തിരിച്ച് മടങ്ങി വരുന്നവർ അവർ സ്വാഭാവികമായിട്ട് അവരവരുടെ രീതിയിൽ അവർ റെസ്റ്റ് ചെയ്യാനായിട്ടൊരു സമയം കണ്ടെത്തുന്ന പരമാവധി മൊബൈൽ ഫോണിലേക്കാണ്. ഒരു ചെറിയ സ്ക്രീനിലേക്ക് അവരുടെ കണ്ണുകൾ വായിച്ച് അതിൽ നിന്ന് കാണുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഇന്നലെ കൂടി വായിച്ചൊരു ആർട്ടിക്കിളിൽ വായിച്ചായിരുന്നു, നിങ്ങൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൊബൈലിൽ ഗാഡ്ജറ്റ്സിൽ അധികം സമയം ചിലവഴിക്കുന്ന ഒരു പങ്കാളിയാണ് എങ്കിൽ നിങ്ങളുടെ വിവാഹബന്ധം അധികം നാൾ മുന്നോട്ട് പോകാനായിട്ട് സാധ്യതയില്ല എന്നുള്ളത്. അപ്പോൾ ഈ മൊബൈൽ ഫോൺ യൂസേജ്, ഇപ്പോൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ ഫോണാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പിള്ളേരെ ശല്യം അല്ലെങ്കിൽ പിള്ളേരെ കളിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കുന്ന ഒഴിവാക്കാനായി ഫോൺ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഗെയിംസ് വെച്ച് കൊടുക്കുക, ഈ TV വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ ഔട്ടിങ്ങിന് പോകുന്നതായിരിക്കാം, അപ്പോഴും ഫോണിൽ നോക്കിക്കൊണ്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇതിനകത്തൊരു ക്വാളിറ്റി ടൈം എന്ന് പറയുന്ന ആസ്പെക്ട് 5 ലവ് ലാംഗ്വേജസ് പുസ്തകം ഉണ്ടല്ലോ, അതിനകത്ത് ഒരു ആസ്പെക്റ്റ് ക്വാളിറ്റി ടൈമാണ്. ഈ ക്വാളിറ്റി ടൈം ഉണ്ടെങ്കിൽ തന്നെ ഒരു 90% പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനും പരിഹരിക്കാനും
നല്ല ബന്ധം ടെസ്റ്റ് ചെയ്ത് പോകാനും സാധിക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ശരിയല്ല? അതെ അതെ. അതായത് സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു ദിവസത്തിൻ്റെ അവസാനം വീട്ടിലേക്ക് വന്നു ചേരുന്നത് റെസ്റ്റ് ചെയ്യുക, ഒന്ന് വിശ്രമിക്കുക ഒരു ഇതായിട്ടാണ് പലപ്പോഴും. ടയേർഡായിരിക്കും അവർ പലപ്പോഴും, മാനസികമായിട്ടും ശാരീരികമായിട്ടും. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുളിക്കാതെ തന്നെ നേരെ സെറ്റിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ബെഡ്റൂമിലേക്ക് പോയിട്ട് ഈ ചെറിയ ഗാഡ്ജറ്റിൽ അവരുടെ ജീവിതം കുറേ മണിക്കൂറുകൾ തളച്ചിടും. ഒടുവിൽ അത്താഴം കഴിക്കേണ്ട സമയമാകും, കഴിക്കും, പിന്നെ ഒന്നും സംസാരിക്കാതെ കയറി കിടക്കും. ഓർഡർ ചെയ്യുന്നത് സ്വിഗ്ഗിയിലൊക്കെ ആയിരിക്കും. സ്വിഗ്ഗി അതെ, അതെ. സ്മാർട്ടിലേക്കായിരിക്കും ഭക്ഷണം ഓർഡർ അതെ അതെ ചെയ്യുന്നത്. ഇവർക്കിടയിൽ ഞാൻ ഒരുമിച്ച് ഭക്ഷണം കുക്ക് ചെയ്യുന്നു, അത് സംസാരിക്കുന്നു, അതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഭക്ഷണം നേരെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഓർഡർ ചെയ്യും, പാർട്ട്ണർക്ക് ഇഷ്ടമുള്ള പാർട്ട്ണർ ഓർഡർ ചെയ്യും. അതെ അപ്പോൾ അതുകൊണ്ട് അതിൽ പോലും ഒരു കോർഡിനേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ചിലപ്പോൾ വളരെ കുറവാകാനുള്ള സാധ്യതയാണ്. അതായത് അതാണ് പറഞ്ഞത്, ഇവർക്കിടയിൽ ഒരു ബോണ്ടിങ് ഉണ്ടാകാനുള്ള സാധ്യത ഒന്നും ഇപ്പം നിലനിൽക്കുന്നില്ല. ബോധപൂർവം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് പരസ്പരം സംസാരിക്കാൻ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ഒരുമിച്ചിരുന്ന് അന്നത്തെ ദിവസത്തെ അവരുടെ കാര്യങ്ങൾ പറയാനുണ്ടാകും, ഓഫീസിലെ വിശേഷങ്ങൾ പറയാനുണ്ടാകും, അല്ലെങ്കിൽ ഇന്ന് ആ ദിവസം അവരെ ബന്ധപ്പെട്ട ആളുകളെ പറ്റി പറയാനുണ്ടാകും, അല്ലെങ്കിൽ പിറ്റേന്ന് ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനുണ്ടാകും, അല്ലെങ്കിൽ അവരുടെ പൊതു ലക്ഷ്യങ്ങളെപ്പറ്റി സംസാരിക്കാനുണ്ടാകും, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനുണ്ടാകും. ഇതൊന്നും സംസാരിക്കാതെ മിണ്ടാതെയാണ് മിക്ക കുടുംബങ്ങളൊന്നും മുന്നോട്ട് പോകുന്നത്. ബന്ധങ്ങൾ ഉടലെടുക്കാനും ബന്ധങ്ങൾ ഇല്ലാതെയാകാനുമുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്, അല്ലേ? കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായി ഇല്ലെങ്കിൽ, ക്വാളിറ്റി ടൈം പ്രോപ്പറായി ഇല്ലെങ്കിൽ ബന്ധം ഇല്ലാതാകാൻ ഇടയാക്കും. നല്ല ക്വാളിറ്റി ടൈം പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നല്ല ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നാണ് പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ള ആശയമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ പുരുഷൻ ആഗ്രഹിക്കുന്നതും സ്ത്രീ ആഗ്രഹിക്കുന്നതും ഒന്നാണോ അല്ലയോ എന്ന് ചർച്ച നമ്മൾ ഒന്ന് ചെയ്തായിരുന്നു. അപ്പോൾ ഒന്ന് കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് കൊടുക്കാം. ഒരു പുരുഷന് വിവാഹ ബന്ധത്തിൽ എന്തായിരിക്കും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ നല്ല ബന്ധം നിലനിർത്താൻ പുരുഷൻ എന്തായിരിക്കും ചെയ്യേണ്ടത്? സ്ത്രീ എന്താണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്ത്രീക്ക് നല്ല ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ആയി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യേണ്ടത്? അപ്പോൾ സ്ത്രീയുടെ ആംഗിൾ അത് മനഃശാസ്ത്രപരമായും ഒപ്പം തന്നെ സൈക്കോളജിക്കലും ഫിസിയോളജിക്കലുമായി എന്തെല്ലാം രീതിയിലായിരിക്കാം പുരുഷനും സ്ത്രീയും വിവാഹ ബന്ധത്തിൽ ജീവിതം ആരംഭിച്ചാൽ ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ചൊരു ആശയം കൊടുക്കാൻ പറ്റും? അല്ല, യഥാർത്ഥത്തിൽ 2 പേർക്കും ജീവിതം പങ്കിടാനൊരു പങ്കാളി എന്ന നിലയിൽ തന്നെയാണ് അവർ വിവാഹത്തിലേക്ക് കടക്കുന്നത്. തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളും തൻ്റെ ആശങ്കകളും തൻ്റെ സങ്കടങ്ങളും അല്ലെങ്കിൽ തൻ്റെ വിജയങ്ങളും ഒക്കെ ആഘോഷിക്കാനും ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു പങ്കാളി. ആ പങ്കാളിയെ തന്നെയാണ് വിവാഹത്തിലൂടെ അവർ കണ്ടെത്തുന്നത്. പക്ഷേ ഇതിന് കുറച്ചും കൂടിയും ഒരാണിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ലൈംഗികത. പക്ഷെ ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഇത് ആവശ്യമാണ് എന്നിരിക്കെ തന്നെ ആ വ്യക്തിയിൽ നിന്ന് അവളൊരു സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നുണ്ട്, തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട്. 1. 2, അവൾക്കെല്ലാം പങ്കിട്ടുകൊണ്ടിരിക്കണം. ഒരു പെണ്ണിനെ സംബന്ധിച്ച് നമുക്കറിയാം, പെണ്ണുങ്ങൾ കൂടുതൽ സംസാരിക്കുന്നവരാണ്. പരിണാമകാലത്തിൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് സംസാരിക്കുന്നവരാണ്. ചെറിയ ചെറിയ പൊട്ടും പൊടിയും തപ്പിയെടുത്ത്, ഓർമ്മകളിൽ നിന്ന് തപ്പിയെടുത്ത് പറയാനുള്ളൊരു പ്രത്യേക പ്രവണത, ഒരു പ്രത്യേക ശേഷി പെണ്ണുങ്ങളിലുണ്ട്. ആണുങ്ങൾ അത്രയൊന്നും ഓർമ്മശക്തി ഉള്ളവരല്ല. അവരുടെ കുട്ടിക്കാലത്ത് നടന്ന ചെറിയ സംഭവങ്ങളെപ്പോലും എല്ലാം ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കഴിവ് പെൺകുട്ടികൾക്കുണ്ട്. കാരണം അതിന് അവരാശയ വിനിമയത്തിന്, കമ്മ്യൂണിക്കേഷൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ വേട്ടക്കാരായാണല്ലോ ഒരു ദീർഘകാലം കാട്ടിൽ കഴിഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് അനുരൂപപ്പെട്ട മസ്തിഷ്കപരമായ പുരുഷത്വപരമായ പ്രത്യേകതകളൊക്കെ ആയിരിക്കും നമ്മെ അങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നതിനോ പ്രവർത്തിപ്പിക്കുന്നതിനോ ഒക്കെ പ്രേരിപ്പിക്കുന്നത്. ഇങ്ങനെ പരസ്പരം, പക്ഷേ ഇവിടെ തന്നെ പരസ്പരം മനസ്സിലാക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഒരാണ് എന്ന് പറയുന്ന ആളിങ്ങനെയൊക്കെയാണ് എന്ന് ഒരു പെണ്ണ് തിരിച്ചറിയുന്നതും, ഒരു പെണ്ണ് എന്ന് പറയുന്ന ആൾ ചിന്തിക്കുന്നതോ പ്രവർത്തിക്കുന്നതോ പെരുമാറുന്നതോ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളോ അവരുടെ ഇഷ്ടങ്ങളുടെ പരിമിതികളോ അവരുടെ ആഗ്രഹങ്ങളുടെ പരിമിതികളോ അല്ലെങ്കിൽ അവളുടെ ആഗ്രഹങ്ങളുടെ പരിമിതികൾക്ക് അപ്പുറത്ത് പോകാനുള്ള അവളുടെ സ്വപ്നങ്ങളോ ഒക്കെ ഒരാണും തിരിച്ചറിയണം. ഒരു പെണ്ണെന്താണെന്നൊരാണും ഒരാണെന്താണ് എന്നൊരു പെണ്ണും പരസ്പരം മനസ്സിലാക്കുക. വളരെ പ്രാഥമികമായിട്ടെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ തന്നെ പരസ്പരം പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഈ മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്നിടത്താണ് എല്ലായ്പ്പോഴും ഈ ഇവർക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് സംഭവിക്കുന്നത്. അപ്പോൾ തുറന്ന് പറച്ചിലുകളാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. അപ്പം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, കുറച്ച് കാലം മുമ്പ് എൻ്റെ ഒരു ക്ലയൻറ്റ് എന്നെ ബന്ധപ്പെട്ടു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞങ്ങൾ തമ്മിൽ തുടക്കത്തിൽ നല്ല സ്നേഹമൊക്കെ ആയിരുന്നു. അപ്പോൾ അവൾ എന്നോട് പറയുന്നത്, ഞാൻ ഒരുപാട് സംസാരിക്കുകയായിരുന്നു തുടക്കത്തിൽ, പക്ഷേ ഇപ്പോൾ ഞാനൊന്നും സംസാരിക്കുന്നില്ല. അവൾ വിളിച്ചാൽ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. സാർ, എനിക്കിപ്പോൾ അവൾ വിളിക്കുന്ന സമയത്തൊക്കെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. കാരണം എനിക്ക് എൻ്റേതായ തിരക്കുകളുണ്ട്, ഓഫീസിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ചെയ്തു തീർക്കാനുണ്ട്. അതിനിടയിലായിരിക്കും അവൾ വിളിക്കുന്നത്. അവൾക്ക് അവിടെ ഇരുന്ന് വിളിച്ചാൽ മതി,
എന്നെ സംബന്ധിച്ച് ഞാൻ അതിൻ്റേതായ ഒരുപാട് സ്ട്രെസ്സിലാണ് ആ സമയത്ത്. അപ്പോൾ എനിക്ക് എല്ലായ്പ്പോഴും മറുപടി കൊടുക്കാൻ പറ്റില്ല, ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ അവൾ അതിൻ്റെ പേരിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പക്ഷേ ഞാൻ അവനോട് ചോദിച്ചു, നിങ്ങൾ എത്ര കാലമായി പരസ്പരം കാണാൻ തുടങ്ങിയിട്ട്? 1 വർഷം. 1 വർഷം മുമ്പ് ഈ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവൾക്ക് കൊടുക്കാൻ സമയമുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ സമയമില്ലാതെ പോയി?